ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഭക്ഷണം മക്കളെ കൊണ്ട് കഴിപ്പിക്കാനാണ്. ഒരു 2 വായ്ക്കൊക്കെ കഴിക്കാൻ എന്തൊരു പാടാണെന്നറിയാം. അപ്പോൾ രാവിലെ തന്നെയാണിത്, 4ാമത്തെ ദിവസമാണ്. മക്കൾ കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടെല്ലാം വെച്ച് സ്പീക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും പാട്ടെല്ലാം വെച്ചിട്ടാണ് അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുന്നത്. കാരണം കുറച്ച് സമയങ്ങളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ല കുരുത്തക്കേട് രണ്ടാളെ കയ്യിലുണ്ടായിരുന്നു. പനിയായിട്ടാണ് വന്നതെന്നുള്ള വിചാരം മോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുള്ളി കളിച്ചതൊക്കെ ചുണ്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്ക മക്കളെ കൂട്ടി എപ്പോഴും പുറത്ത് പോയിട്ട് ഇപ്പോൾ അവർക്ക് ഇക്ക പോകുന്ന കാണുമ്പോഴേക്ക് അറിയാൻ തുടങ്ങും. അപ്പം വാങ്ങാനാണ് പോകുന്നത് കണ്ടിട്ട് പിന്നെ അപ്പ എന്ന് പറഞ്ഞിട്ട് കരച്ചിലായി. ആ ഒരു ടേബിളിൽ അപ്പം വെക്കുന്നതെന്ന് അവർക്ക് അറിയാണ്ട് അത് കാണിച്ചിട്ടാണ് കരയാനും. നമ്മൾ കഴിക്കുന്ന പോലെ ചെയറിലിരുന്ന് വലിയ പ്ലേറ്റിലെല്ലാം വാങ്ങിയിട്ടിരിക്കും, പക്ഷെ ഒന്നും കഴിക്കൂല. ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് തീരെ കഴിക്കാറില്ല. അവിടുന്ന് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയിട്ടാണ് ഞാൻ വീഡിയോസിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. ഇപ്പോഴും അതുതന്നെയായിരുന്നു അവസ്ഥ. കഴിപ്പിക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇത് ഡിസ്ചാർജ് ഡേ ആണ്. ഉച്ചക്കന്നെ മക്കൾക്ക് ചോറെല്ലാം കൊടുത്തിട്ട് ഞാൻ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വൈകുന്നേരമാണ് ഡിസ്ചാർജ് ആയത്. ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിന് പുറത്തെല്ലാം പോയിട്ട് കൊടുക്കാറുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോൾ റൂമിൽ ഇരിക്കാറേയില്ല, വാതിൽ നോക്കി കരയിലാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മോൻ്റെ കൈ മോളോട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഓനെ എൻ്റെ കയ്യിൽ നിന്ന് മോളെ കൈ വേർപെടുത്തുകയാണ് ചെയ്തത്. നല്ല ഉമ്മയെല്ലാം കൊടുക്കും, പക്ഷെ അതേപോലെ തന്നെ അടിയും ഉണ്ട്. മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് 20 ദിവസത്തോളം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വ്യൂസൊക്കെ നല്ല കുറവാണ്. അപ്പോൾ മോളെ ഡിസ്ചാർജ് ആയാലും 5 ദിവസം കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും